ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂളിലെ ഇമ്പോർട്ടൻറ്റ് ഫോമാറ്റ്സ് ആണ്. അതിൽ ആദ്യത്തെ ഫോമാറ്റാണ് എഴുതിയിരിക്കുന്നത്, ഫോമാറ്റ് എ ബി ഫോമാറ്റ്. ഓക്കെ, എ ബി ഇതിൽ നമ്മൾ ഫോമാറ്റ് എന്താണ്? എ ബി മൾട്ടിപ്ലൈഡ് ബൈ 101 ഈക്വൽസ് എ ബി വിച്ച് ഇസ് എ ബി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് എനി ടു ഡിജിറ്റ്സ്, എനി ഡിഫറെൻറ്റ് ടു ഡിജിറ്റ്സ് വിച്ച് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 101 you would get the answer as എ ബി ഫോമാറ്റ് വിച്ച് ഇസ് ഫോർ എക്സാമ്പിൾ എന്താണ്? എ ബി എന്ന് പറയുന്ന ഡിജിറ്റ് ഇപ്പോൾ നമ്മൾ 68 എന്ന് പറയുന്നൊരു ഡിജിറ്റ്. ഓക്കെ, 68 ഡിജിറ്റ് നമ്മൾ 1011 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ when you are multiplying into 101 നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എ ബി ഫോമാറ്റാണ്. ഇവിടുത്തെ ഏതാണ്? എ ബി. ഓക്കെ, എ ബി ഫോമാറ്റ്. അപ്പോൾ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും? 6868. ഓക്കെ, so whenever we have numbers in the format a b format, which means endana that number which is this number would be divisible by 101. 101 divisible ആണെന്നാണ് അർത്ഥം. നമുക്ക് ഏതൊരു ചോദ്യത്തിൽ ഇപ്പോൾ either for example 72 which is a b format, ഈ സംഖ്യ എന്തല്ല 101 ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. സോ നമ്മൾ എന്താണ്, നമുക്ക് ഇങ്ങനെ എ ബി ഫോമാറ്റിൽ സംഖ്യ തന്നാൽ നമുക്കത് മനസ്സിലാക്കണം എന്താണ് ആ സംഖ്യ എന്താണ് 101 ഡിവിസിബിൾ ആണ് എന്ന് മനസ്സിലായി. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫോമാറ്റ്സ് ആണ്, ഈ എ ബി ഫോമാറ്റൊക്കെ. ഓക്കെ, അപ്പം ഈ ഫോമാറ്റിൽ നമുക്കൊരു സംഖ്യ കണ്ടാൽ നമുക്കത് മനസ്സിലാവണം 101 അത് ഡിവിസിബിൾ ആണ് എന്ന് മനസ്സിലാക്കണം. അനദർ എക്സാമ്പിൾ 67. This number is also which is divisible by 101. So and എന്താണ് any number also ഈ റൂൾ മനസ്സിലാക്കുക. any 2-digit number in the form of a b 75 multiplied by 101 നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഏത് ഫോമാറ്റിലാണ്? എ ബി ഫോമാറ്റിലാണ്. which is എന്താണ്? 7575. മനസ്സിലായല്ലോ ഈ റൂള്? So any numbers which is result, any numbers which is in the format of a b format, a b ഫോമാറ്റിൽ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് നമുക്ക് കണ്ടാൽ ആ നമ്പർ ഏതിൽ ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം? 101 ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായല്ലോ? ഈ റൂള് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫോമാറ്റ് എ ബി ഫോമാറ്റാണ്. ഓക്കെ, ഫോമാറ്റ് എ ബി ഫോമാറ്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫോമാറ്റ് ഏതാണ്? എ ബി ഫോമാറ്റ് വിച്ച് ഇസ് എ ബി മൾട്ടിപ്ലൈഡ് ഇൻറ്റു 101. എ ബി മൾട്ടിപ്ലൈഡ് ഇൻറ്റു 101 you would get the answer as എ ബി. ഓക്കെ, എ ബി which is any 2-digit numbers which is now multiplied into 101 you would get the answer as എ ബി format. and ഇനി നമ്മൾ പറയാൻ പോകുന്നത് എ ബി ഫോമാറ്റാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ പറയുന്നത് എന്താണ്? എ ബി മൾട്ടിപ്ലൈഡ് ബൈ 101 ഈക്വൽസ് നമ്മൾ എന്താണ്? എ ബി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഫോമാറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഹിയർ ഓൾസോ എനി ടു ഡിജിറ്റ്സ് നോക്കുക. എനി ടു ഡിജിറ്റ്സ് നമുക്ക് ഇപ്പോൾ 67 എന്ന് പറഞ്ഞാൽ എനി 2 digits which is multiplied by 101 നമ്മൾ ഏതൊരു 2 digit മൾട്ടിപ്ലൈ ചെയ്താലും എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്? എ ബി ഫോമാറ്റ്. ഇപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? 67 ആയിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് മാത്രമല്ല ഈ ഫോമാറ്റിൽ കിട്ടുന്ന സംഖ്യകൾ ഓർക്കുക. ഈ ഫോമാറ്റിൽ നമുക്ക് ഏതെങ്കിലും സംഖ്യ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ വല്ലതും ഈ ഫോമാറ്റിലാണ് എ ബി ഫോമാറ്റിലാണ് ഒരു സംഖ്യ എന്തെങ്കിലും ഡിജിറ്റ്സ് സംഖ്യ കാണിക്കുന്നതെങ്കിൽ വെച്ചസ് അത് ഓർക്കുക, അത് ഏതിൽ ഡിവിസിബിൾ ആണ്? 1001 ഡിവിസിബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുമാത്രമല്ല 101 എന്ന ഫോമാറ്റിൽ ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകൾ ഏതിലും ഡിവിസിബിൾ ആണ്? 3, 7, 13, 37 which is very important.
ഈ സംഖ്യകൾ ഏതിലൊക്കെ ഡിവിസിബിൾ ആണ്? 3, 7, 13, 37 ഡിവിസിബിൾ ആണെന്ന് ഓർക്കുക. അപ്പോൾ എ ബി ഫോമാറ്റ് എ ബി ഫോമാറ്റിൽ കിടക്കുന്ന ഏതൊരു സംഖ്യ ആണെങ്കിലും ഇത് ഏതിലും ഡിവിസിബിൾ ആണെന്നാണ്? 3യും 7നും 13, 37ലും ഡിവിസിബിൾ ആണെന്നാണ്. ഈ പറയുന്ന 67 നമുക്ക് കിട്ടിയേക്കുന്ന എ ബി ഫോമാറ്റിൽ ഈ നമ്പർ 3യിലും ഡിവിസിബിൾ ആണ്, 7ലും ഡിവിസിബിൾ ആണ്, 13ലും ഡിവിസിബിൾ ആണ്, 37ലും ഡിവിസിബിൾ ആണ് ആൻഡ് 10101ലും ഡിവിസിബിൾ ആണ്. സോ ഓർക്കേണ്ടത് എന്തെന്ന് പറയുന്നത്, any numbers which are in the form of AB format, which is like another example 72 in this format, any 2-digit numbers which is in this format, that number would be divisible by 10101 and also it is also divisible by 3, 7, 13, 37. ഈ റൂള് ഓർത്ത് വയ്ക്കുക, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ. ഈ നമ്പർ ഇത് എ ബി ഫോമാറ്റിലുള്ള സംഖ്യകൾ ഏതിലൊക്കെ ഡിവിസിബിൾ ആണ്? 10101ലും ഡിവിസിബിൾ ആണ്, 3ലും ഡിവിസിബിൾ ആണ്, 7ലും ഡിവിസിബിൾ ആണ്, 13ലും ഡിവിസിബിൾ ആണ് ആൻഡ് ഓൾസോ 37ലും ഡിവിസിബിൾ ആണ്. ഓക്കെ താങ്ക് യു. ഇപ്പം 777 വേറെ എക്സാമ്പിൾ എന്താ കാണിക്കേണ്ടത്? 56 × 10101 എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുന്നത്? 565656. മനസ്സിലായല്ലോ? ഈ ഫോമാറ്റിൽ വരുന്ന സംഖ്യകളെല്ലാം ഏതിൽ ഡിവിസിബിൾ ആയിരിക്കും? 10101 ഡിവിസിബിൾ ആയിരിക്കും. ഓൾസോ ഏതിലും ഡിവിസിബിൾ ആയിരിക്കും? 3, 7, 13 ആൻഡ് 37. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് ഫോമാറ്റ് എ ബി ഫോമാറ്റ് എന്താ പറയുന്നത്? എനി 2 digits which is multiplied by 101 എ ബി ഫോമാറ്റ് വിച്ച് ഇസ് ഈ പറയുന്ന എ ബി ഫോമാറ്റിൽ വരുന്ന സംഖ്യകൾ എ ബി ഇപ്പോൾ 7272 ആണെങ്കിലും 6363 ആണെങ്കിലും 5252 ആണ്. എനി ഇൻ ദ എനി ഡിജിറ്റ്സ് വിച്ച് ഇസ് ഇൻ ദ ഫോമാറ്റ് ഓഫ് എ ബി ഫോമാറ്റിലുള്ള സംഖ്യകൾ ഏതിൽ ഡിവിസിബിൾ ആയിരിക്കും? 101 ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.